ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ ചെറിയൊരു ഈവനിങ് വാക്ക് പോവുക കേട്ടോ. ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങളും, അതായത് അമ്മയും 3 പെൺപിള്ളേരും കൂടെ എൻ്റെ മോനും കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് നിന്നെടുത്തതാണ്. നിങ്ങൾ ആ സൂര്യനെ കാണുന്ന റെഡ് സൂര്യൻ എന്ത് ഭംഗിയാലേ. കുറച്ച് ലോങ്ങായി പോകുന്നു, അടുത്താണെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടായേ. പിന്നെ ഇത് നോക്കി, ഞങ്ങൾ ചെറിയൊരു ഇൻസിഡൻറ്റ് ഊരിപ്പോയി ഗൈസ്, ഊരിപ്പോയി, പാൻറ്റ് ഊരിപ്പോയി. അങ്ങനെ ഞങ്ങൾ മൊബൈൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അനിയത്തിൻ്റെ അതും കൂടെ കൊടുത്ത് നമ്മൾ ചെറിയൊരു ഹോട്ടൽ കയറി. ജസ്റ്റ് ഒരു അര കിലോമീറ്റർ പോലും ഇല്ല, 1 മീറ്റർ നടക്കാനേ ഉള്ളൂ. അതിന് വേണ്ടി നമ്മൾ ഓട്ടോയും പിടിച്ച് വന്നത്. എന്നിട്ട് ഇതാ നമ്മൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇതിന് ഫറൂഖിൽ ചിൽഡ്രൻ പാർക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എൻ്റർ ചെയ്തപ്പോൾ ഭയങ്കര തിരക്ക്, ഇത്രയും തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചില്ല. ക്രൗഡഡ് ആയിരിക്കുന്നു. അങ്ങനെ നമ്മളൊരു ചെറിയൊരു സ്ഥലം കണ്ടുപിടിച്ച് മരത്തിന് ചുവട്ടിൽ. പിന്നെ ആൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇച്ചുവിന് എന്താണ് സംഭവം, ഇത് എവിടെയാണ് എന്നൊരു കൃത്യമായിട്ടൊന്നും മനസ്സിലാവുകയില്ല. ആകെ അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടൊരു ഇത് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ അവനെ താഴെ ഇറക്കിയൊക്കെ പതുക്കെ. അപ്പം അനിയത്തി ഇതാ പതുക്കെ താഴെ ഇറക്കുകയാണ് അവനെ. അപ്പോൾ അവനെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നടക്കണം. ആളിങ്ങനെ വിരലും പിടിച്ചാട്ടോ നടക്കുക. ആൾ നല്ല രസമാണ്. കൈ വിട്ട് അപ്പാക്ക് പേടി. അതിന് ക്ലിപ്പൊക്കെ ഇതിലുണ്ട്, കണ്ടു നോക്കി നിങ്ങൾ എങ്ങനെയാണ് അവൻ്റെ ആക്ഷൻസൊക്കെ. അപ്പോൾ അത് പിള്ളേരൊക്കെ കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റായിട്ട് അവനിത് അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്നൊക്കെ പറയാണ്. അപ്പം പിന്നെ ഇവന് നേരത്തിറക്കിയ ഒരു പ്രശ്നമുണ്ട്. ഉള്ള ചുള്ളിക്കമ്പൊക്കെ പെറുക്കി നടക്കും. ദേവസേനയാണ് നമ്മളെ ദേവസേന. അങ്ങനെ അപ്പം അത് വേണം എന്നാണ് പറയണത് അവളുടെ അടുത്ത്. അപ്പം അതിന് വേണ്ടി വാശിരിക്കുകയാണ് ആൾ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ അവൾ സമ്മതിക്കല്ല എടുത്തു കൊടുക്കുക വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു നീ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ വാശിയായി മൂട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കൂടെ കെട്ടുമ്പോൾ എടുത്തിട്ട് അങ്ങോട്ട് തിരിച്ചെന്നെ പോകേണ്ടി വരുന്നു. അങ്ങനെ അവന് എന്തൊക്കെയോ വേണ്ട എത്താ വെച്ചാൽ ചുള്ളിക്കമ്പ് എടുത്തു കൊടുത്ത് ഇപ്പോൾ ആൾ അങ്ങോട്ട് നടന്നു പോകാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. അപ്പോൾ അവളും കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഞങ്ങളിവിടെ റെസ്റ്റ് എടുക്കാം കേട്ടോ ഈ ടൈമിൽ. അപ്പോൾ ഞാൻ അത് കാണിക്കാത്ത അവർക്ക് അത്ര ക്യാമറേൻ്റെ മുന്നേ വരാൻ ഇഷ്ടമില്ല. അവർ ചീത്ത പറയും എൻ്റെ. അതുകൊണ്ട് ഞാനും അത് കാണിക്കാത്ത കേട്ടോ. എൻ്റെ ഇളയ അനിയത്തിക്ക് തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ അവരെ പിക്സ് മാത്രം എടുത്ത് ചുറ്റുള്ള, പിന്നെ നമ്മൾ അങ്ങനെ കുറേ ഒന്നും എടുത്തില്ല. ചിലപ്പം എന്തെങ്കിലും പ്രൈവസിയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതൊന്നും ക്യാമറ ഒക്കെ കാണിക്കുമ്പോൾ ഓർക്കെന്താ പോലെ ആയാലോ വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ ഷൂട്ട് ചെയ്യും. ഞാൻ മോനെ മാത്രം കാണിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ. ഇതിനപ്പുറത്ത് തന്നെ ചേർന്നിട്ട് തന്നെ പുഴയുള്ളത്. അപ്പം ആ പുഴയിലേക്ക് പോണ വിഷ്വലായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആൾക്ക് 2 അടി നടന്നു കഴിഞ്ഞാൽ കൈ വിട്ട് നടക്കാൻ ഭയങ്കര പേടിയാണ്. 2 അടി നടക്കുമ്പോഴത്തേക്ക് ആളവിടെ ഇരിക്കും. അതാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടി കരയാണ്. കൈ പിടിക്കുക അവൻ്റെ ഭാഷയിൽ ഉദ്ദേശിച്ച് അവൻ കരയാണ് വാട്ടിട്ട്. അപ്പം അങ്ങനെ അതാ നടക്കും, 2 അടി നടക്കും, ഇരിക്കും, പിന്നെയും 2 അടി നടക്കും, ഇരിക്കും. അങ്ങനെ ഒരു കഥ ഇനി അവിടെ നിന്നിട്ട്. പിന്നെ അമ്മയും അനിയത്തിയും കൂടെ കൈയും പിടിച്ച് പോകാൻ പോക്കാണ്. തുള്ളി പോവുക. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ലൊക്കേഷനിലെത്തി. ഇതാണ് പോലെ വിഷ്വൽ. എൻ്റെ ഫോണിൽ അത്ര ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അറിഞ്ഞുകൂടാ, അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ നിങ്ങളെല്ലാവരും റീലിലൊക്കെ ചിലപ്പം മിക്കവരും റീലിൽ കണ്ടിട്ടുണ്ടാവും. ഫറൂഖ് പാലം, പഴയ പാലം ഇന്നോവേറ്റ് ചെയ്തത്. അതിൻ്റെ ഭഗവാന് എന്ത് ഭംഗിയാറോ. ഓരോ നൈറ്റ് ഇതിലൂടെ പോകുമ്പോൾ ഒരു വീഡിയോ എടുക്കാതെ പോകത്തില്ല. അതേപോലെ ലൈറ്റൊക്കെ ഇട്ടിട്ട് സൂപ്പർ ഭംഗിയാണ്. അപ്പോൾ ഈ ലൈറ്റാണെങ്കിൽ പുഴയിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തിട്ട് എന്ത് ഭംഗിയാണ്. അപ്പോൾ അതിൽ കണ്ടതിൻ്റെ സന്തോഷവും ഒക്കെ എക്സൈറ്റ്മെൻറ്റും ഒക്കെയാണ് അവൻ്റെ മുഖത്ത് ഭയങ്കരമായിട്ടുണ്ട്. അവിടുന്ന് അവനെ കൊണ്ടുവരാൻ കുറച്ചൊന്നല്ല അനിയത്തി പാടിട്ട് ഭയങ്കരമായിട്ട് കമ്പൊക്കെ ഇറക്കി പിടിച്ച് അവൻ അവിടെ പറ്റി കിടക്കുക. എന്നിട്ട് പോരണ്ടാ അത്യാവശ്യം കരച്ചിലൊക്കെ ആയിനി. വേണ്ടാന്നല്ല, അപ്പോൾ കളിപ്പിച്ച് കരയേണ്ട ചെയ്ത് കൊണ്ടുവരാം. അപ്പം പിന്നെ ഞങ്ങൾ മുകളിലോട്ട് കയറി പാലത്തിൽ കൂടെ നടന്നിട്ട് ഞങ്ങൾ പോകുന്നു. അവിടെ കുറച്ച് ഫാമിലിയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. വിഷ്വലാണെങ്കിൽ അവരെ മുന്നിൽ എടുക്കാൻ പറ്റില്ല. ഇങ്ങനെയൊക്കെ ഇതാണ് നമ്മളെ ചെറിയ ഫറൂഖ്. നല്ല രസമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഫറൂഖ്.
സോ ബൈ ഗൈസ്.